ഒക്കെ കൊണ്ടുപോയി നല്ല പോഷകമുള്ള തീറ്റ കൊടുത്ത്, തൊഴിൽ കൊടുത്ത്, ശമ്പളം കൊടുത്ത് നല്ല ആരോഗ്യവാനാക്കി അവനെ പുറത്തോട്ട് വിടും. അവൻ വീണ്ടും ഇത് തന്നെ ചെയ്യും. ഒരു മാറ്റവും ഇല്ല. കാരണം ഇന്നാട്ടിലെ നിയമത്തിന് ഇവന്മാർക്കൊന്നും ഒരു പേടിയില്ല. ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ? ഒരു അംഗൻവാടിയിൽ പോലും ഒരു കുഞ്ഞിന് സംരക്ഷണമില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്ക് ഈ നാടിന്റെ അവസ്ഥ. കൊച്ചിയിലെ ഒരു അംഗൻവാടിയിൽ 3.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെതിരെ നടന്ന ലൈംഗിക അതിക്രമമാണ് ഞാൻ പറയുന്നത്. അച്ഛന്മാരും അമ്മമാരൊക്കെ എന്ത് വിശ്വസിച്ചാണ് ഇതുപോലുള്ള അംഗൻവാടികളിലും പ്ലേ സ്കൂളിലൊക്കെ കുട്ടികളെ കൊണ്ടാക്കേണ്ടത്? വെറും 3.5 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞിന് നിനക്ക് എന്താണ്ടാ കാമപുരാന്തം കാശിനാഥാ തോന്നിയത്? മോനെതിരെ മാത്രമല്ല, ആ അംഗൻവാടിയിലെ ടീച്ചറായിട്ടിരുന്ന ആ തള്ളക്കെതിരെയും കേസ് വേണം. കാരണം പുറത്തു നിന്നൊരാളെ അംഗൻവാടിയിൽ കയറ്റാൻ പാടില്ല എന്നൊരു നിയമം നിലനിൽക്കെ അത് ലംഘിച്ചാണ് ഈ സ്ത്രീ ആ കാമപുരാന്തനെ അവിടെ കയറ്റി ഈ അവസ്ഥ ഉണ്ടാക്കിയത്. അല്ല, ഇവനെന്താ അംഗൻവാടിയിൽ കാര്യം? ഇവൻ എന്തിനാണ് അവിടെ കയറ്റുന്നത്? നിങ്ങളുടെ മോനാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ കൊണ്ടിരുത്തി മടിയിലിരുത്തി താലോലിക്ക്, അല്ല നാട്ടുകാരുടെ മക്കൾക്ക് ദ്രോഹം ഉണ്ടാക്കാൻ വേണ്ടി അഴിച്ചുവിടുകയല്ല ചെയ്യേണ്ടത്. ഈ ടീച്ചറെ അടിയന്തരമായിട്ട് സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് മിനിസ്റ്റർ ബിന്ദു കൃഷ്ണ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. വളരെ നല്ല കാര്യം. ഇവരിനി ഒരു അംഗൻവാടികളിലും പ്രവർത്തിക്കാൻ പാടില്ല. 12 വയസ്സിന് താഴെ പ്രായം വരുന്ന ഒരു കുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ 20 വർഷം തടവ് അല്ലെങ്കിൽ ജീവപര്യന്തം. ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണെങ്കിൽ മാത്രമേ വധശിക്ഷ വിധിക്കുകയുള്ളൂ. ഇതാണ് നമ്മുടെ നാട്ടിലെ നിയമത്തിന് മാക്സിമം ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെയുള്ളവന്മാരെ പ്രായഭേദമന്യേ വധശിക്ഷയ്ക്ക് വിധിക്കണം. അല്ലെങ്കിൽ വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുവന്മാര്. ഗൾഫ് നാടുകളിലൊക്കെ ഇതുപോലത്തെ തെണ്ടിത്തരം ചെയ്തിട്ട് തെളിവുകൾ കൃത്യമാണെങ്കിൽ ആ പ്രതിക്ക് ഉറപ്പായും വധശിക്ഷ കിട്ടും. എന്നാൽ നമ്മുടെ നാട്ടിലെ കാര്യം, പ്രതി സ്വയം കുറ്റസമ്മതം നടത്തിയാൽ പോലും കൂടിപ്പോയാൽ ജീവപര്യന്തം തടവ്. പിന്നെ എങ്ങനെ ഇതുപോലുള്ള ക്രൈം നമ്മുടെ നാട്ടിൽ കുറയും? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ICDS ഓഫീസർമാർക്ക് ശരിക്കും എന്താ പണി? നിങ്ങളൊക്കെ നിങ്ങളുടെ പണി കൃത്യമായിട്ട് ചെയ്തിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ഇന്നിങ്ങനെ ഒരു അവസ്ഥ വരുമായിരുന്നോ? ഇത്രയും നാൾ ആ പയ്യൻ അംഗൻവാടിയിൽ കയറി ഇറങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ കൃത്യമായി ഇൻസ്പെക്ഷൻ ചെയ്തിട്ടില്ലെന്നല്ലേ? എനിക്കറിയേണ്ടത് എന്തുകൊണ്ടാണ് അംഗൻവാടികളിൽ ക്യാമറ ഇല്ലാത്തത്? ഒരു ക്യാമറ ഉണ്ടാവേണ്ടത് അത്യാവശ്യമല്ലേ? ഇവരൊക്കെ കുട്ടികളെ മാന്യമായിട്ട് നോക്കുന്നുണ്ടോ, ഉപദ്രവിക്കുന്നുണ്ടോ, ഇവരുടെ പണിയൊക്കെ ഇവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ മോണിറ്റർ ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമുള്ള കാര്യമല്ലേ? ഗർഭിണികളുടെ എണ്ണത്തിന് വേണ്ടി തമ്മി തല്ലി മാസം തോറും വിളിച്ചിട്ട് ഗോതമ്പ്, ശർക്കര, റാഗി, ഗവൺമെന്റിന്റെ 5000 രൂപ ഇതൊക്കെ വാങ്ങിക്കൊടുത്ത് അവർക്ക് ജനിക്കുന്ന കുട്ടിയെ കൂടി അംഗൻവാടിയിലോട്ട് വിളിച്ചോണ്ട് പോയാൽ മാത്രം പോരാ. നിലവിൽ അവിടെ നിൽക്കുന്ന കുട്ടികളെ സംരക്ഷിക്കണം നിങ്ങൾ. ഇതുപോലുള്ള അംഗൻവാടികളിലെ ടീച്ചർമാരെയും ആയമാരെയും കൃത്യമായ ക്വാളിഫിക്കേഷൻ നോക്കി അവരുടെ സ്വഭാവം തിരിച്ചറിഞ്ഞും വേണം ഇതുപോലുള്ള പണിക്ക് വെക്കാൻ. ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ ഇത് പരിശോധിച്ച് ഇതിന് വേണ്ട മാറ്റങ്ങൾ വരുത്തണം. എല്ലാ അംഗൻവാടി ജീവനക്കാരോടും പറയുകയാണ്, നിങ്ങളെ വിശ്വസിച്ച്, നിങ്ങൾ മുഖത്ത് തേച്ചൊട്ടിച്ച് വെച്ചിരിക്കുന്ന ആ ചിരി വിശ്വസിച്ച്, നിങ്ങൾ ഒരു അമ്മയാണല്ലോ എന്ന് വിശ്വസിച്ചാണ് ഓരോ അച്ഛനും അമ്മയും അവരുടെ കുട്ടികളെ നിങ്ങളെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അവരുടെ സംരക്ഷണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. ശമ്പള വർധനവിന് വേണ്ടി നിങ്ങൾ കാണിച്ച ആത്മാർത്ഥത കുട്ടികളെ പരിചരിക്കുന്ന കാര്യത്തിലും കാണിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അംഗൻവാടി വേണ്ട എന്ന് ഓരോ രക്ഷിതാക്കളും തീരുമാനിക്കും.